സർക്കാർ തന്നെ നിയമസഭാ സമ്മേളനം ഒരു പ്രഹസനമാക്കി മാറ്റിയിരിക്കുക. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുക. നിയമസഭയിൽ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിയുടെ റൂൾ 300 സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം അത് വായിക്കും, കേട്ട് നമ്മൾ മടങ്ങിപ്പോരണം. ഒരു ചർച്ചയില്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവാക്കി ഈ പറയാൻ പോണ കാര്യങ്ങളെല്ലാം ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം പരസ്യമായിട്ട് വന്നു കഴിഞ്ഞ കാര്യമാണ്. എല്ലാ മാധ്യമങ്ങളിലും കോടികൾ കൊടുത്ത് പരസ്യം കൊടുത്ത കാര്യം വീണ്ടും നിയമസഭാംഗങ്ങളെ 140 പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാത്രം വായിച്ച് പിരിഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിയമസഭയുമായി സഹകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാണ്. പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി ഇത് മാറിയത്? രണ്ടാമത്, ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ തന്ന മറുപടിയിൽ കേന്ദ്ര ഗവൺമെന്റ് ദരിദ്രരിൽ അതിദരിദ്രരെ തീരുമാനിക്കുന്നത് ആണ് AAY പദ്ധതിയുടെ പ്രകാരമുള്ള 5,90,000 കാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നു. ആ കാർഡുകൾ അനുസരിച്ച് 5,90,000 പേര് കേരളത്തിൽ ദരിദ്രരിൽ അതീവ ദരിദ്രരായിട്ടുള്ള ആളുകളാണ്. ഈ രണ്ട് കണക്ക് നിൽക്കുകയാണ്. CPMന്റെ കണക്ക് 4.5 ലക്ഷം പരമദരിദ്രർ. കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ SAT-6 അതിലെത്തിച്ചേർന്നത് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ടെത്തൽ 5,90,000 പേർ ദരിദ്രരിൽ അതീവ ദരിദ്രർ. അപ്പൊ ഗവൺമെന്റ് ഒരു 64,000 പേർ. നേരത്തെ UDF ഗവൺമെന്റിന്റെ കാലത്ത് 1.5 ലക്ഷം പേർ ആശ്രയ പദ്ധതി, അത് അഗതികളായിട്ടുള്ള ആളുകളാണ്, ആരോരും ഇല്ലാത്ത ആളുകളാണ്. അതിന്റെ എണ്ണം കുറഞ്ഞു. മാത്രമല്ല, കേരളത്തിൽ പട്ടിക ആദിവാസി കുടുംബങ്ങൾ 1,16,000 കുടുംബങ്ങളുണ്ട്. അതിൽ 6,400 പേരെ ഇതിന്റെ അകത്ത് പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരെല്ലാം സമ്പന്നരായിട്ടുള്ള ആളുകളാണ്.